ബാർ ചെക്ക് ചെയ്തില്ല എന്ന് പറയുന്നത്. ഈ രണ്ട് കോൺട്രാസ്റ്റ് ഗോളായില്ലേ? ഇല്ല, അത് ഗോളായിട്ടില്ല. പണ്ട് ഒരു ഫ്ലാഗ് വന്നിച്ചാൽ അത് ഓഫ് അല്ലെങ്കിൽ ആണോ അല്ല എന്നുള്ള കൃത്യമായിട്ട് പറയും. ഇപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള അനാലിസിസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വാറിന് മൊത്തത്തിൽ നമുക്ക് ഇതാക്കി പറയാൻ പറ്റും. ഇപ്പോൾ പോർച്ചുഗലിന്റെ കളിയിൽ ഹെയർ ലൈനിൽ ടച്ച് ചെയ്തു പറഞ്ഞാൽ ഗോൾ ഡിസോൾവ് ചെയ്തത്. ഇത് ഇവൻ ഒരു എന്താ ടി വിയിൽ കാണുന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാതെ തട്ടി താഴെയാണ്. അത് റഫറി കണ്ടിട്ടില്ല എന്നുള്ളത് മോശമാണ്. 2026 ലോകകപ്പ് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കാണ്. നമ്മൾ ഈ ലോകകപ്പ് മൊത്തത്തിലൊന്ന് റിവ്യൂ ചെയ്താൽ നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് അത് ചോദിച്ചാൽ പെട്ടെന്ന് ഏതാ പറയാ? ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഈജിപ്റ്റ് വേഴ്സസ് അർജന്റീന 3 vs 2 അർജന്റീന ജയിച്ചൊരു മാച്ച്. നല്ലൊരു മാച്ചായിരുന്നു. ആദ്യം തന്നെ ഈജിപ്റ്റ് 2 ഗോൾ അടിച്ചു. ഒരു കംബാക്ക് ആയിരുന്നു അർജന്റീനയുടെ. അങ്ങനെ അർജന്റീന അടുത്ത റൗണ്ടിലോട്ട് കയറി. ആ കളിയാണ് എനിക്ക് ഇഷ്ടമായത്. ബെൽജിയം വേഴ്സസ് സെനഗൽ. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ സെനഗൽ 1 അടിച്ചു. സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ തന്നെ സെനഗൽ 2ാമത്തെ ഗോൾ അടിച്ചു. അപ്പോൾ ബെൽജിയത്തിൻ്റെ കോച്ച് പെട്ടെന്ന് മീൻസ് എൻ്റെ ഫേവറേറ്റ് 2 മിഡ് പ്ലേയേഴ്സ് അവിടുത്തെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഡോക്കും ഡെബ്രൂനെ ആയിരുന്നു. പക്ഷെ കോച്ച് പെട്ടെന്ന് 2 പേരെയും സബ് ചെയ്യുന്നതിന് പുതിയ 2 പ്ലേയേഴ്സ് വരുന്നു. ഞാനാകെ ടെൻഷനായി. പക്ഷേ എന്നിട്ട് 86ാമത്തെ മിനിറ്റ് ലുക്കാക്ക് ഗോൾ അടിക്കുന്നു. 89ൽ അടുത്ത ഗോൾ അടിക്കുന്നു. എക്സ്ട്രാ ടൈമിൽ വീണ്ടും 3ാമത്തെ ഗോൾ അടിച്ച് ബെൽജിയം 3-2 ജയിക്കുന്നു. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് മാച്ച്. എനിക്ക് ഇംഗ്ലണ്ട് കോങ്കോ മാച്ച് അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട കളിയാണ്. ഒരു 9:30-ക്ക് വന്നൊരു കളി വെറുതെ ഇരിക്കുമ്പോൾ കണ്ടു എന്നേ ഉള്ളൂ. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ഒന്നുമില്ല. ഫുള്ളി ഞെട്ടിപ്പോയി. ബേസിക്കലി ഭയങ്കര സ്പീഡുള്ളൊരു കളി, ഫുൾ പേസ് അറ്റാക്ക്. 1-2 സ്കോർ ലൈനിൽ ഇംഗ്ലണ്ട് ജയിച്ചു. അതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു കളി. എൻ്റെ നേരത്തെ പറഞ്ഞത് അർജൻറ്റീന ഈജിപ്റ്റ് കളിയാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ആ 78 മിനിറ്റ് കളി കണ്ടപ്പോൾ ഫുൾ ടെൻഷൻ അടിച്ച് കണ്ടുകൊണ്ടുന്ന കളിയാണ്. അപ്പം അതുവരെ കണ്ട എല്ലാ വലിയ ടീമുകളും പുറത്തായി. ഇപ്പോൾ അർജൻറ്റീന ഇതേ സമയത്ത് നടക്കുന്ന ബാക്കി സംസാരങ്ങളും എല്ലാം വാട്സപ്പിലായാലും ഗ്രൂപ്പുകളിലായാലും ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചകളും ഇതിൻ്റെ ഇടയിൽ ടെൻഷനും എല്ലാം കൂടി കണ്ട ഒരു കളി അതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അർജൻറ്റീന കംബാക്ക് അത് എന്താ പറയുക സമാധാനവും ടെൻഷൻ ഫ്രീ എല്ലാം ആക്കിയൊരു കളി അതാണ്. 2 പേര് അർജന്റീന ഈജിപ്ത് മാച്ചാണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്. ആ മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം വിവാദങ്ങൾ വരുന്നുണ്ട്. മെയിനായിട്ട് വരുന്നത് ഈജിപ്തിൻ്റെ ഗോള് കൗണ്ട് ചെയ്തില്ല, റഫറിയെ അർജന്റീന സ്വാധീനിക്കുകയാണ്, മെസ്സിക്ക് ഫേവറബിളായിട്ട് മറ്റൊരു കപ്പ് പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളൊക്കെയാണ്. എന്താണ് ശരിക്കും ഈ ട്രോളുകളോട് നിങ്ങൾക്കൊക്കെ പ്രതികരിക്കാനുള്ളത്? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. റഫറിങ് ആ മത്സരത്തിൽ നിലവാരത്തിനൊത്ത് ഉയർന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റഫറിങ് നിലവാരത്തിനൊത്ത് ഉയർന്നില്ല. അതായത് അർജന്റീന സ്വാധീനിച്ചു, മെസ്സിക്ക് വേണ്ടി ഒരു ഫേവറബിൾ ആയിട്ടൊരു വേൾഡ് കപ്പ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, ആ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട്? ആ വിവാദത്തിൻ്റെ സ്റ്റാർട്ടിങ് ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്യുന്നതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ ആ ഫൗൾ ചെയ്തിട്ട് പ്ലേ ഓൺ നടത്തി ഹസൻ എന്ന പ്ലെയർ ബോളും കൊണ്ടുപോയി അവർ ഈജിപ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ട് വാറിൻ്റെ ചെക്ക് ചെയ്തിട്ടാണ് ഗോള് ഡിസലോ ചെയ്യണത്. അതേപോലെ ഒരു സിറ്റുവേഷനാണ് അർജന്റീനൻ ബോക്സിൽ അവസാന നിമിഷം സമയത്ത് ഏകദേശം നടക്കുന്നത്. പക്ഷെ അത് വാറിനൊന്നും പോയിട്ടില്ല. അല്ലാണ്ട് തന്നെ അർജന്റീനക്ക് ഗോള് കൊടുത്തു. ആ വാറ് ചെക്ക് ചെയ്തിട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. വാറ് ചെക്ക് ചെയ്യണമായിരുന്നു. ഗോൾ കൊടുക്കുന്നതോ ഗോൾ കൊടുക്കാണ്ടിരിക്കുന്നതോ അത് വേറെ കാര്യം. പക്ഷെ അത് വാറിന് ചെക്ക് ചെയ്യാമായിരുന്നു. ഫൗളാണോ ഫൗളല്ലേ. പക്ഷെ വാറ് റഫറി ചെക്ക് ചെയ്തിട്ടില്ല. അത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അല്ലാണ്ട് അർജന്റീന കപ്പ് അങ്ങനെ അഭിപ്രായങ്ങളൊന്നുമില്ല ആസ് എ ഫുട്ബോൾ ഫാൻ. എനിക്കും റഫറിങ് അതിൽ മോശമായിരുന്നു. കാരണം വാറ് ചെക്ക് ചെയ്യായിരുന്നു. മീൻസ് അർജന്റീനയ്ക്ക് ഒരു ഗോൾ കിട്ടിയപ്പോൾ ആ സലൈൻ്റെ ഫൗൾ കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷനിലാണ് അർജന്റീനയുടെ 3ാമത്തെ ഗോൾ വന്നത്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ കാരണം അർജന്റീനയ്ക്ക് വേണ്ടിക്ക് ഈജിപ്റ്റ് ഒരു ഗോൾ അടിച്ചപ്പോൾ അതിലൊരു ഫൗൾ ഉണ്ടെന്ന് തോന്നി വാറ് ചെക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇതിന് വാറ് ചെക്ക് ചെയ്തില്ല. അതാണ് എനിക്കും തോന്നിയൊരു പോയിന്റ്. വാറ് ചെക്ക് ചെയ്തിട്ട് അത് ഗോള് അലോ ചെയ്തിരുന്നെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു വാറ് ചെക്ക് അവരുടെ പ്ലേയേഴ്സ് അത്രയും ഒന്ന് റിക്വസ്റ്റ് ചെയ്തു ഒരു വാർ ചെക്കിന് വേണ്ടി. പക്ഷേ അത് റഫറി അത് അംഗീകരിച്ചില്ല. അതിനുശേഷം പിന്നെ വേറൊരു കോച്ചിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കോച്ച് ഒരു സിമ്പിൾ കാണിച്ചു. അപ്പോൾ അത് ഫിഫ റൂൾ ബുക്കിൽ അത് കൃത്യമായിട്ട് അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് റഫറി ഒരു യെല്ലോ കാർഡാണ് കോച്ചിന് കൊടുത്തത്. പക്ഷേ അതൊക്കെ ഒരു റഫറിങ് പിഴവായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, ഈവൻ ആ സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഫിഫ റൂൾ ബുക്കിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി എങ്ങനെയാണോ ഉള്ളത് ആ കളി അവിടെ സ്റ്റേ ചെയ്തിട്ട് അതിനുള്ള
എന്താ എക്സ്പ്ലനേഷൻ നോക്കി കഴിഞ്ഞിട്ടേ കളി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ശരിക്കും നിയമം. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് യെല്ലോ കാർഡാണ് കൊടുത്തത് റഫറി, മീൻസ് ആ കോച്ചിന്, ഈജിപ്തിന്റെ കോച്ചിന്. അതായത് അന്നത്തെ മത്സരത്തിൽ റഫറിങ് നിലവാരത്തിനൊത്ത് ഉയർന്നില്ല. ഇല്ല ഈജിപ്റ്റ് ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു ഫ്രഞ്ച് റഫറി ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെതിരെ ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റ്, മീൻസ് ആ പാനലിലും എതിരെ ടോട്ടലി ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചത് ഇവിടെ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഏത് ടീമിനെയാണ് ഫോളോ ചെയ്യുന്നത്? നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 4 പേരിരിപ്പുണ്ട്. ആരെയൊക്കെയാണ്, ഏതൊക്കെ ടീമിനെയാണ് ഫോളോ ചെയ്യുന്നത് പെട്ടെന്ന് പറയാമോ? ഞാൻ പോർച്ചുഗൽ ഫാനാണ്, ആസ് എ ക്രിസ്ത്യാനോ ഫാൻ, അതുകൊണ്ട് പോർച്ചുഗൽ ഫാനാണ്. ഞാൻ ബെൽജിയം ഫാനാണ്. എനിക്ക് ബെൽജിയം വളരെ ഇഷ്ടപ്പെട്ട ടീം. ബെൽജിയം, അർജന്റീന. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ രണ്ടുപേരും അർജന്റീന അല്ലാതെ മറ്റൊരു ടീമിനെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിലുള്ള ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. ഇപ്പം 2022 മെസ്സി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് ഫോമിൽ നിന്ന ഒരു സമയത്തായിരുന്നു ആ ഒരു വേൾഡ് കപ്പ് വരികയും ആ വർഷം അദ്ദേഹം ടീമിനെ കൊണ്ടുപോയ രീതി നമ്മൾ കണ്ടതാണ്. 2026 വന്നപ്പം ടീം ഇപ്പോഴും മെസ്സിയിൽ തന്നെ ചുറ്റിപ്പറ്റിയുള്ളൊരു ടീം തന്നെയാണ് അർജന്റീന എന്ന് തന്നെയാണ് തെളിയിക്കുന്നതും പ്രകടനങ്ങളൊക്കെ പോകുന്നത്. എങ്ങനെയായിരുന്നു 2022 കമ്പയർ ചെയ്യുമ്പോൾ 2026 വരുമ്പോൾ അർജന്റീനയുടെ ഒരു ടോട്ടൽ പ്രകടനത്തെ നിങ്ങൾ അർജന്റീനയുടെ ആരാധകർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അപ്പോൾ ബേസിക്കലി ടീം വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടീമാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ടീമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയാനുള്ളൊരു ടീമോ അല്ല. പക്ഷേ ഇപ്പോൾ കളിച്ച കളികൾ നല്ല രീതിയിൽ കളിച്ചു. പിന്നെ പറഞ്ഞ വിവാദങ്ങൾ നമുക്ക് മാറ്റി നിർത്താം, അത് കുറേ നറേറ്റീവ്സ് ആ ഒരു രീതിയിൽ അത് മാറ്റി നിർത്തി കഴിഞ്ഞാലും കളികൾ നല്ല രീതിയിൽ കളിച്ചു. ഇപ്പോൾ പുറകോട്ട് നിന്ന് കളികൾ 2 കളികൾ പുറകിൽ നിന്ന് മുന്നിലേക്ക് വന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ അങ്ങനെ പറയാ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ് ശരിക്കും. അതായത് ഇത്രയും ബാക്കപ്പ് പോയടുത്തുനിന്ന് തിരിച്ച് ആ പ്രഷറിൽ നിന്ന് ആ 70 ഇപ്പം ഈജിപ്തിൻ്റെ കളി തന്നെയാണ് പിന്നെ ചർച്ച ചെയ്യുമ്പോൾ വരുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും ബാക്കിൽ പോയ ഒരു പോയിന്റ് നിന്ന് ആ ടീം ഒരുമിച്ച് നിന്ന് ആ ബോൾ നല്ല രീതിയിൽ ബാക്ക് ഹോൾഡ് ചെയ്ത് നമ്മളിപ്പോൾ പറയും മെസ്സിൻ്റെ കാലിലേക്ക് ബോൾ എത്തിക്കാനാണ് ടീം നോക്കുന്നത്. ആയിക്കോട്ടെ, അത് ആ ടീമിൻ്റെ ഒരു വേ ഓഫ് അറ്റാക്ക് അങ്ങനെയാണെങ്കിൽ അത് ആ രീതിയിലാണ്. പക്ഷേ ടാക്ടിക്കലി വലിയ ചേഞ്ചുകളില്ല. എല്ലാ കളികളും ഒരേ ടാക്ടിക്സ്, ഒരേ ലൈനപ്പ് എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്ത് ബേസിക് കാര്യങ്ങൾ നടത്തി കൃത്യമായി ചെയ്തു കൊണ്ടുവരുന്ന ഒരു ടീം. അതാണ് അർജന്റീനയുടെ ഒരു നട്ഷൽ. അർജന്റീനയുടെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർക്ക് അതുവരെ ഒരു നല്ലൊരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് അവർക്ക് നല്ലൊരു ഗോൾ കീപ്പർ കിട്ടി, എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഒരു ഗോൾ കീപ്പർ കിട്ടി. അതിന് മുമ്പത്തെ വേൾഡ് കപ്പുകളിലൊക്കെ അർജന്റീന അധികം തോക്കണ കളികളിലൊക്കെ ഒരു ഗോൾ കീപ്പർ മിസ് ഉണ്ടാവും. മാർട്ടിനസ് നല്ലൊരു ഗോൾ കീപ്പർ വന്നതിന് ശേഷം അവർക്ക് അത്യാവശ്യം എല്ലാ പെനാൾട്ടികളും സേവ് ചെയ്ത് അവരുടെ ടീമിനെ സേവ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മെസ്സിയെ കൂടാതെ ഡിഫറൻസ് എന്ന് പറയുന്നത്. 2026 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹോട്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞ് നിന്നൊരു ടീം ഫ്രാൻസ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും 2018 ചാമ്പ്യന്മാർ, 2022 റണ്ണേഴ്സപ്പ്, 2026 വന്നപ്പോഴും ഒരു സെറ്റ് ടീമായിട്ട് നിന്ന് ഫ്രാൻസ് ഫൈനലിലെത്താതെ പുറത്തായിരിക്കുകയാണ്. ഫ്രാൻസിനെ പുറത്താക്കിയത് സ്പെയിനാണ്. സ്പെയിനിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കാലയളവിലെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രകടനം നടത്തിയ ഒരു ടീമാണ്, യങ് സ്ക്വാഡാണ്. 2010 വിന്നേഴ്സാണ്. സ്പെയിൻ്റെ ഒരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സ്പെയിൻ ഫ്രാൻസ് മാച്ച്? എല്ലാവരും പ്രതീക്ഷിച്ചത് എംബാപ്പെ വേഴ്സസ് എമാൽ ഒരു ഗെയിമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ശരിക്കും കണ്ടു നിന്ന് ഫ്രാൻസ് ആരാധകർക്ക് എല്ലാവർക്കും നിരാശ തോന്നുന്ന ഒരു മത്സരമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെയിൻ ഏറ്റവും ബെറ്റർ ആയിട്ട് കളിച്ചവർ ജയിച്ചു. കാരണം ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് ലൈൻ. അവർ ഈ വേൾഡ് കപ്പിൽ ആകെ ഒരു ഗോളെ കൺസീഡ് ചെയ്തോളൂ, അത് ബെൽജിയത്തിനെതിരെയാണ്. അതിനു മുമ്പേ ഉനൈ സാമിൻ, അപ്പോൾ പുള്ളി ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ വേണമെങ്കിൽ പറയാം, കാരണം ഒരു ഗോളെ കൺസിഡർ ചെയ്തോളൂ. പിന്നെ നോക്കാനാണെങ്കിൽ സ്പെയിനിൻ്റെ ഡിഫൻസീവ് ലൈനപ്പ് എല്ലാം പുതിയതായിരുന്നു. ഒരു 19 years ഉള്ള ഒരു കുബാർസി ഭയങ്കര മികച്ച ഒരു പ്രകടനമായിരുന്നു. എംബാപ്പെ പോക്കറ്റിലാക്കി എന്നാണ് പറയുന്നത്. അതായത് സ്പെയിന് നല്ല രീതിയിൽ പോക്കറ്റ് ചെയ്ത് കളിച്ചതാണ്. അതായത് അവരെ പൊസഷൻ മാക്സിമം അവരെ കയ്യിൽ തന്നെ പൊസഷൻ ഗെയിം മൊത്തം വെച്ച്, അതായത് അവരെ കയ്യിൽ നിന്ന് ബോൾ മിസ്സാകുന്നുണ്ടെങ്കിൽ അടുത്ത ബോൾ റിക്കവർ ചെയ്ത് കളി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഒരു പ്ലെയർ കറക്റ്റായിട്ട് മൂവ് ചെയ്ത്, അതായത് ഇവരെ കയ്യിൽ നിന്ന് ബോൾ പോയിട്ടുണ്ട്, ആ പ്ലെയർ 4 പ്ലെയറാണ് മാർക്ക് ചെയ്തിട്ട് ബോൾ റിക്കവർ ചെയ്തുകൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ മൊത്തം ഗെയിം കളിച്ചത്. മിഡ്ഫീൽഡിൽ ഇന്നലത്തെ കളി ശരിക്കും മിഡ്ഫീൽഡും ഡിഫൻസിലും സ്പെയിന് ഫുൾ കൺട്രോളും പൊസഷനും വന്നപ്പോൾ തന്നെ ഫ്രാൻസിന് പിന്നെ മൂവ്മെൻറ്റ് ഇല്ലാണ്ടായി. ഫ്രാൻസിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫ്ലാങ്ക് ഭയങ്കര വീക്കായി. അപ്പോൾ അതിലേ കൂടി അറ്റാക്ക് തുടങ്ങി.
തിരിച്ചിങ്ങോട്ട് വരുന്ന അറ്റാക്കുകൾ എംബാപ്പെ ആയാലും ഡെമ്പല്ലേൻ്റെ അറ്റാക്ക് ആയാലും ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. അതായത് നല്ലൊരു ടീം പ്ലേ ആണ് ഇന്നലെ സ്പെയിന് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇതിലാണ്, അതായത് നമ്മളിപ്പോൾ ഫ്രാൻസിന് സ്പെയിനിനെ എടുത്ത് പറയുമ്പോൾ ഫ്രാൻസിന് ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ലൈനപ്പാണ്. എപ്പോൾ വേണമെങ്കിൽ സ്പീഡ് ഉണ്ട്, എപ്പോൾ വേണമെങ്കിൽ. അതായത് സ്പെയിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ആ അറ്റാക്കിംഗ് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാൻസ് തന്നെയാണ് എപ്പോഴും ഡേഞ്ചറസ് ടീം എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും നല്ലൊരു അറ്റാക്കിംഗ് എപ്പോൾ വേണമെങ്കിൽ പക്ഷെ ഇന്നലെ ഫ്രാൻസിന്റെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം നടന്നില്ല. ഫ്രാൻസ് കുറച്ചും കൂടി ഒരു ഇൻഡിവിജ്വൽ മിഡിലാണെങ്കിൽ ഒലീസിന്റെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം എല്ലാ കളിയിലും ഭയങ്കര പ്രകടനമായിട്ടുണ്ടാവും. പക്ഷെ ഇന്നലെ സ്പെയിൻ്റെ ഒരു ടീം ഗെയിം ആയിരുന്നു. അവർ മിഡിൽ നല്ലൊരു ടിക്കി ടാക്ക മൂവ്മെന്റ്സ്, ഭയങ്കര രസമുള്ളൊരു ടിക്കി ടാക്ക കുറെ കാലത്തിന് ശേഷം സ്പെയിനിൽ ഒരു ടിക്കി ടാക്ക. ഏറ്റവും ബെസ്റ്റ് ഗെയിം സ്പെയിൻ കളിച്ച ഇന്നലെയായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ഗെയിം ഫ്രാൻസിന്റെ ഏറ്റവും വേസ്റ്റ് ഗെയിമും ഇന്നലെ തന്നെ. ഫ്രാൻസിന്റെ വേസ്റ്റ് ഗെയിം എന്ന് പറയാൻ പറ്റില്ല. ഫ്രാൻസ് അവരെ അറ്റാക്കും അവരെ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇവരെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മീൻസ് ഫ്രാൻസ് അങ്ങനത്തെ വന്നിട്ടില്ല അധികം. ഒരു ബാർസലോണ ഗെയിം എക്സാക്ട്ലി ഒരു ബാർസലോണ ഗെയിം ഉണ്ടായി അവിടെ. ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പൊ പോർച്ചുഗൽ സ്പെയിൻ കളിയിൽ ഇപ്പൊ യാമിൻ ലാമൽ എന്ന് പറഞ്ഞ പ്ലെയറിനെ അത്യാവശ്യം സ്പീഡുള്ള പ്ലെയറാണ്. ആ വിങ്ങിൽ വരുന്ന ന്യൂനോ മെൻഡസാ. പിന്നെ അത് കഴിഞ്ഞ് ന്യൂനോ മെൻഡസ് പോയി ഇറങ്ങിയപ്പോൾ വന്നതും സ്പീഡി വിങ്ങർ തന്നെയാണ്. അപ്പോൾ യാമിൻ ലാമലിന് അധികം മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഗോൾ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ അസിസ്റ്റോ അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ബോൾ ക്യാരി ചെയ്ത് ആ ഫോർവേഡ് വരെ എത്തിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്തായാലും യാമിൻ ലാമൽ. അപ്പോൾ ആ സൈഡിൽ അറ്റാക്ക് കുറെ കൂടുതലായിരുന്നു. പിന്നെ അത് മാത്രമല്ല അവരുടെ ഡിഫൻഡറായ സലീബക്ക് പരിക്കായി പോയി. ഒരു 30 എത്ര മിനിറ്റിൽ പരിക്കായി പോയി. സലീബക്ക് പകരം വന്ന പ്ലെയർ നല്ല പ്ലെയർ തന്നെയാണ്. എന്നാലും സലീബർ അത്ര പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ലായിരുന്നു. അപ്പോൾ അതും ആ ഒൽമോന്റെ പാസ് പോയത് ആ ഡിഫൻഡറെ തൊട്ട് സൈഡിൽ നിന്ന് ആ പാസ് പോയത്, രണ്ടാമത്തെ പെട്രോപോറോ അടിച്ച ഗോളിൽ പോയ പാസ് ആ വിങ്ങിൽ നിന്നാണ് പോയത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാബിയൻ റൂയിസ് റോഡ്രിഗോ ഇവർ രണ്ടുപേരുടെ റോള്, അവർ രണ്ടുപേരാണ് ഈ ഫ്രാൻസിന്റെ പ്രഷർ മൊത്തം ഹാൻഡിൽ ചെയ്ത്, ഡിഫൻസ് അല്ലാണ്ട്. കാരണം ഫാബിയൻ റൂയിസ് PSG കളിക്കുന്ന ആ ഒരു രീതിയിലുള്ള കളി കളിച്ചത്. റോഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ പ്ലെയറാണ്. സിറ്റി കഴിഞ്ഞ ഒരു വർഷമായിട്ട് പരിക്കായിട്ട് മാറി നിൽക്കുന്നുണ്ടായ പ്ലെയറാണ്. ആ പ്ലെയറിന്റെ പീക്ക് ടൈമിലുള്ള ഒരു കളിയാണ് ഇന്നലെ കണ്ടത്, കുറേ കാലത്തിന് ശേഷം കണ്ടത്. എവിടെ പോയാലും ലൈക്ക് എൻ എൻജിൻ, സ്പെയിൻ്റെ ഒരു എൻജിൻ പോലെ ആയിരുന്നു ഇന്നലെ റോഡ്രി. നമ്മൾ ഈ 2026 വേൾഡ് കപ്പ് ഇതുവരെയുള്ള മാച്ചസ് മൊത്തത്തിൽ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. ചെറിയ ടീമുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെയും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളൊരു വേൾഡ് കപ്പ് സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാണ്. കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് പലരും കേൾക്കുക ഈ ഒരു ലോകകപ്പിൽ അവരുടെ പ്രകടനം കണ്ടിട്ടായിരിക്കും. അവരെക്കുറിച്ച് അവരുടെ ഗോൾ കീപ്പറുടെ ഇൻസ്റ്റഗ്രാം കയറിപ്പോയതും ഇതൊക്കെ നമ്മൾ കണ്ട മനോഹരമായ നിമിഷങ്ങളാണ്. എന്താണ് ശരിക്കും ഈ വേൾഡ് കപ്പിലെ ഏറ്റവും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഏതായിരുന്നു? എല്ലാ ടീമും അണ്ടർഡോഗ്സ് ടീം എന്ന് പറയുന്ന അതെല്ലാം ഒരു ടീമിന്റെ സ്ട്രാറ്റജി അല്ലേ. ഇപ്പോൾ രണ്ട് ടീം എന്ന് വെച്ചാൽ 11 പ്ലേയേഴ്സ് മാത്രമല്ല, ക്രിക്കറ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ കോച്ചസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. ഇപ്പോൾ ഓരോ ടീമിന് അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കാണും. അപ്പോൾ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേയിങ് സ്റ്റൈൽ ഇപ്പുറത്തെ ടീം പൊസസ് ചെയ്താലും നല്ലൊരു ഗെയിം വരും. അപ്പോൾ അവരുടെ ഓരോ ടീമിൻ്റെ സ്ട്രാറ്റജീസ് ബ്രസീൽ വേഴ്സസ് നോർവേ, ബ്രസീലിന് നല്ല സ്ട്രൈക്ക് ഉണ്ട്. പക്ഷേ നോർവേൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്തായിരുന്നു? സ്പീഡി അറ്റാക്സ് ഒന്നും നടത്തിയില്ല, ഭയങ്കര സ്ലോ ആയിരുന്നു. ഡിഫൻഡേഴ്സ് തന്നെ ഏറ്റവും കൂടുതൽ പാസുകൾ ചെയ്തു. എൻ്റെ ഒരു ഓർമ്മ ശരി, ഒരു ഘട്ടത്തിൽ നോർവേ ഒരു 200 പാസസ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ബ്രസീൽ 50 പാസസേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. പക്ഷേ 200 പാസ് എന്ന് വെച്ചാൽ ബ്രസീലിൻ്റെ അറ്റാക്കിംഗ് ലെവലിലല്ല, നോർവേ അവരുടെ ഡിഫൻസിൽ തന്നെ പന്ത് പാസ് ചെയ്ത് ഗെയിം സ്ലോ ആക്കി ഡിലേ ആക്കിയാണ് പോയത്. ആ കളിയിൽ തന്നെയാണ് മോസ്റ്റ് ലേസി ഗോൾ എന്ന് പറയുന്ന ഹാലൻഡിൻ്റെ ഭയങ്കര ഒരു ഗോൾ വന്നത്. അപ്പോൾ ഓരോ ടീമിൻ്റെ സ്ട്രാറ്റജിക്ക് അവരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അതായിരുന്നു ഈ വേൾഡ് കപ്പിൽ. എല്ലാ ചെറിയ ടീമുകളും അവർ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടും പ്ലാൻഡ് ആയിട്ടും വന്നതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം അർജന്റീന ബ്രസീലൊക്കെ ഒരു മാച്ച് നടക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന പ്ലേയേഴ്സിന് കുറേ കൂടി എതിരാളികളുടെ ദൗർബല്യവും ശക്തിയൊക്കെ അറിയാൻ പറ്റും. കേപ്പ് വെർദെ പോലത്തെ ഒരു രാജ്യം വരുവാണ്, അവരുടെ ടോപ്പ് പ്ലേയേഴ്സ് ആരും തന്നെ വലിയ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളൊന്നുമല്ല. അപ്പൊ ഇതിനാൽ തന്നെ ഇവരുടെ ശക്തി ദൗർബല്യങ്ങളൊന്നും വലുതായിട്ട് മനസ്സിലാവുന്നില്ല. അതും ഒരു കാരണം തന്നെയാണ് അല്ലേ? അത് ഇപ്പോ പറയുകയാണെങ്കിൽ ഈ എന്താ പറയാ, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു മുൻതൂക്കമുള്ള ഒരു കളിയാണ് ഈ ഫുട്ബോൾ. ഇപ്പൊ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വരുന്ന യൂറോപ്യൻ പ്ലേയേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ
അപ്പോൾ ഈ ആഫ്രിക്കൻ പ്ലേയേഴ്സിന് തീരെ പ്രാധാന്യം കുറവാണ് കമ്പാരിറ്റീവ്ലി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അധികം എന്താ ഈ വേൾഡ് കപ്പുകളിൽ ജയങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഈ റൗണ്ട് ഓഫ് 32 വരുമ്പോൾ തന്നെ ഭയങ്കര വിരളമാണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊന്നും മൊറോക്കോ അങ്ങനെ 1-2 ടീമിന്റെ എണ്ണം കൂട്ടിയപ്പോൾ തന്നെ ഡൈല്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ പറഞ്ഞ പോലെ ചെറിയ ടീമുകൾ ഇല്ലാന്ന് പ്രൂവ് ചെയ്തു. അതാണ് ഹൈലൈറ്റ് ആക്ച്വലി. അർജന്റീനയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും മെസ്സി എന്ന പ്ലെയറിനെ കുറിച്ച് പറയുന്നപ്പോൾ തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ലയണൽ സ്കലോണിയുടെ കാര്യം പറഞ്ഞു, നേരത്തെ ഡിസ്കഷൻ നമ്മൾ പറയുന്നത് ലയണൽ സ്കലോണിയുടെ കാര്യം പറഞ്ഞു. ആ ഒരു പരിശീലകന്റെ കടന്നു വരവ് അർജന്റീനയെ മൊത്തത്തിൽ മാറ്റി. ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. മെസ്സി ഒരു ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർജന്റീനയുടെ ടീം ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. സ്കലോണി വാച്ചിട്ട് നോക്കിയിട്ട് ടൈം ഈസ് അപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സി ഇങ്ങനത്തെ വിളിക്കുകയാണ്. മെസ്സി നടന്നു വരുന്നു, ബസ്സിലേക്ക് കയറുന്ന ഒരു വീഡിയോ ആണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള മെസ്സി, അദ്ദേഹം ചുറ്റിപ്പറ്റി പോകുന്നൊരു സ്ക്വാഡ്. സ്കലോണി എന്ന പരിശീലകൻ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ കാർലോ ആൻസലോട്ടിനെയും സിനദീൻ സിദാനെയും ഒക്കെ നമ്മൾ വാഴ്ത്തിപ്പാടുന്നുണ്ട്. പലപ്പോഴും ഈ സ്കലോണിയുടെ പേര് 2022 വേൾഡ് കപ്പിൽ ആശാൻ ഞങ്ങൾക്ക് നേടിത്തന്നു എന്നൊക്കെ നിങ്ങൾ അർജന്റീന ആരാധകർ തന്നെ ആശാനെ ഒരുപാട് പുകഴ്ത്തി. 4 വർഷത്തിന് ശേഷം ഇതേ ആശാന്റെ പേര് അർജന്റീന ആരാധകർ തന്നെ ഈ മെസ്സിയുടെ എന്ന പേര് പറഞ്ഞ പോലെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറുണ്ടോ പലപ്പോഴും ലയണൽ സ്കലോണി എന്ന പരിശീലകൻ നിങ്ങൾക്കിടയിൽ? സ്കലോണി വന്നതിന് ശേഷമാണ് ബേസിക്കലി ടീമിന് നല്ലൊരു മാറ്റം വന്നത്. ആ കോപ്പ മുതലായാലും ആ സ്കലോണി ടീമിലേക്ക് വന്ന് ആ ടീം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം എല്ലാ മാച്ചുകളായാലും അർജന്റീന മുന്നത്തെ ഒരു 2010 വേൾഡ് കപ്പിലായാലും അർജന്റീനേൻ്റെ കളി എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് അർജന്റീന ഭയങ്കര വീക്ക് ടീമാണ്. മീൻസ് കളി വരുമ്പോൾ മെസ്സിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. വളരെ ഇതായിട്ട്, അതായത് അർജന്റീന മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന ഇല്ല, വേറൊരു ജനറേഷൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നൊരു ടൈമുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ടീമിനെ സ്കലോണി വന്നതിന് ശേഷമാണ് ടീം ബിൽഡ് ചെയ്ത് അത് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന്, മീൻസ് ആ പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്ത് ഗ്രോത്ത് ചെയ്ത്, അതായത് ആ പ്ലേയേഴ്സിനെ മൊത്തമായിട്ട് ഗ്രോ ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്ന് ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പ് ആയാലും ഈ വേൾഡ് കപ്പിൽ ആ ടീമിൻ്റെ ഒരു ടീം പ്ലേ ഉണ്ടാക്കിയെടുത്തത് സ്കലോണിയാണ്. അതേ ചർച്ചകൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും മെസ്സിനെ കൂടെയുള്ള നമ്മളെ പോസ്റ്റുകൾ വരുന്നതിൻ്റെ കൂടെ കോച്ചിനെ കുറിച്ചുള്ള പോസ്റ്റുകളും ആ ടീം എങ്ങനെ ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മാച്ച് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അടുത്ത ടീം എങ്ങനെ ഉണ്ടാവും, ഓപ്പോസിഷൻ അനുസരിച്ച് എങ്ങനത്തെ ഒരു ടാക്ടിക്സ് കളിക്കണം എന്നുള്ളൊരു നല്ലൊരു രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ടീമിനെ കൊണ്ടുവരുന്നത്. കാരണം ഇത് കഴിഞ്ഞ വേൾഡ് കപ്പ് ആണെങ്കിലും വേൾഡ് കപ്പിന് വരുന്നതിന് മുന്നേ എത്രയോ കളികൾ, എനിക്കൊന്നൊരു 40 കളിയോളം എന്തോ തോൽക്കാത്തൊരു സ്ട്രീക്കിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും സൗദി അറേബ്യയോടാണ് തോറ്റത് അല്ലേ? ആ വേൾഡ് കപ്പിലെ ഫസ്റ്റ് കളിയാണ് തോറ്റത്. അതിന് മുന്നേ വലിയ സ്ട്രീക്കിൽ വന്നു, ഫേവറേറ്റ്സ് ആയി വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വേൾഡ് കപ്പിലും കയറുമ്പോൾ ഫസ്റ്റ് റാങ്ക് ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോഴാണ് സെക്കൻഡ് റാങ്കിലേക്ക് വന്നത്. വേൾഡ് കപ്പ് വിൻ ചെയ്ത ഒരു ടീം തന്നെ വീണ്ടും ഫസ്റ്റ് റാങ്ക് ആയിട്ട് വേൾഡ് കപ്പിലേക്ക്. പ്ലേയേഴ്സ് ഇപ്പോൾ സെയിം ആണെങ്കിൽ പോലും ഈ ഒരു മെന്റാലിറ്റി, ടീമിനകത്തുള്ള ഒരു മെന്റാലിറ്റി വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പം മെസ്സി ഒരു പോയിന്റ് ഓഫ് ഫോക്കസ് ആണെങ്കിലും ടീമിനകത്ത് എല്ലാവരും തമ്മിലുള്ളൊരു ബോണ്ട്. ഇപ്പം നേരത്തെ ജിത്തു സൂചിപ്പിച്ച പോലെ ഒരു പോർച്ചുഗലിനകത്ത് ഇച്ചിരി പ്രശ്നങ്ങളിൽ നിന്ന് പേഴ്സണലി തോന്നിയ ഒരു സംഭവമാണെങ്കിൽ നമ്മുടെ കേസ് ഇപ്പോൾ പേഴ്സണലി തോന്നുന്നത് ഇതിനകത്തുള്ള എല്ലാവരും തമ്മിലൊരു സിങ്ക് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. കളി നടക്കുമ്പോൾ തന്നെ ആ ഒരു മെന്റാലിറ്റിയിലുള്ളൊരു വ്യത്യാസം. ബഹുമാനിക്കുന്ന ടീമായിട്ടും അതെ, തമ്മിൽ എല്ലാ പ്ലേയേഴ്സിനെയും റെസ്പെക്ട് ചെയ്ത് കളിക്കുന്ന, എല്ലാ കളിയും ജയിക്കണം എന്ന മെന്റാലിറ്റിയാണ് വ്യൂ ഉണ്ടല്ലോ. അതായത് ഈ ഗെയിം നമുക്ക് സെക്യൂർ ചെയ്യണം, എങ്ങനെ പോയാലും ഈ ഗെയിം സെക്യൂർ. ലാസ്റ്റ് മിനിറ്റിലാണ് ഈജിപ്തുമായിട്ടുള്ള 2-3 കളിയാണെങ്കിലും ആ 2 ഗോൾ അത് 76-ാമത്തെ മിനിറ്റ് 79-ാമത്തെ മിനിറ്റ് വരെ ഒന്നും ഇല്ലാത്തിടത്തുനിന്നും 3 ഗോൾ പിന്നെ അടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവിടെയാണ് കോച്ചിന്റെ ഒരു വലിയ ഫാക്ടർ. കണ്ടുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായി. ഞാൻ അങ്ങോട്ട് പോയി കിടന്നിറങ്ങാം എന്നുള്ളൊരു പോയിന്റിലേക്ക് ആ സംസാരം വരെ എത്തിണ്ട്. അതായത് സങ്കടം കൊണ്ടും ഇനി എന്ത് ചെയ്യും, ഈ 10 മിനിറ്റിൽ 3 ഗോൾ എങ്ങനെ തിരിച്ചടിക്കും, ആ ഒരു ടെൻഷനിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആസപ്പാ ഇനി എന്ത് എന്നല്ല പറഞ്ഞതാ, ഇപ്രാവശ്യത്തെ ഡാൻസ് കഴിഞ്ഞു, എല്ലാവരും ഡാൻസ് പോയി കിടന്നു. കാരണം മറ്റവരെ ഓൾറെഡി ബ്രസീലിൽ പോയിരുന്നു, പോർച്ചുഗലിൽ പോയി, കളിക്കുന്നവർക്ക് ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവുമ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. അത് ടീമിന് ഇത്ര കാലത്തോളം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഫാക്ടറാണ്, പെട്ടെന്ന് ഉണ്ടായതല്ല.
ഇപ്പൊ സ്കാലോനിനെ പറയുകയാണെങ്കിൽ സ്കാലോനിയും മെസ്സിയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കാലോനിക്ക് നേടാൻ പറ്റാത്ത ഒരു സാധനമാണ് സ്കാലോനി തിരിച്ച് കോച്ചായി വന്നിട്ട്. ഒരു യങ് കോച്ചാണ്, 40 അത്ര ഏജ് ആയിട്ടുള്ളൂ, ഒരു യങ് കോച്ചാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് അവരുടെ ഇപ്പോൾ എന്താ പുതിയ ജനറേഷൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അവർക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ വരുമ്പോഴേക്കും ഇപ്പോൾ പറയണ മാക്കലിസ്റ്റർ, ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ്, ഇവരൊക്കെ വലിയ വലിയ ക്ലബ്ബുകളിലാണ് കളിക്കുന്നത്. ഇവർ ആരും അറിയപ്പെടുന്ന പ്ലേയേഴ്സ് ആയിരുന്നില്ല കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊക്കെ വലിയ വലിയ ക്ലബ്ബ് ചാമ്പ്യന്മാര് കൊണ്ടുപോയേക്കണം. ആ വേൾഡ് കപ്പോടെയാണ് അങ്ങനെയാണ്. ആ ലാസ്റ്റ് വേൾഡ് കപ്പോടെയാണ് അർജന്റീനിയൻ പ്ലേയേഴ്സിനെ എല്ലാവരും മീൻസ് ഇൻ ടീം എല്ലാവർക്കും അറിയാമെങ്കിലും പുറത്ത് സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ ബാക്കി മാനേജ്മെൻറ്റുകളും വലിയ ക്ലബ്ബുകളും വന്ന് റെക്കഗ്നൈസ് ചെയ്യാനും മെക്കലിസ്റ്ററിൽ ഇപ്പം പോയത് ആ ഗെയിമിന് ശേഷം വേൾഡ് കപ്പിന് ശേഷമാണ് ലിവർപൂളിലേക്ക് സൈൻ ചെയ്ത് പോകുന്നത്. സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക, പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഞങ്ങളെ കൊടുക്കുന്നില്ല ഉള്ള രീതിയിൽ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ടോട്ടെ ബ്രസീൽ ടീമിന്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് കുറച്ചധികം വർഷങ്ങളായിട്ട് നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് ടീമിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. 2002 വേൾഡ് കപ്പ്, ആ ഒരു വേൾഡ് കപ്പ് കിരീടമൊക്കെ നേടുന്ന റൊണാൾഡോയുടെ ഒരു ചിത്രമൊക്കെ ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. ശേഷം ഒരുപാട് വേൾഡ് കപ്പുകൾ കഴിഞ്ഞു പോയി. ഈ പറഞ്ഞ പോലെ കക്കയും റോബീഞ്ഞോയും അതുപോലെ ഒരു ജനറേഷൻ അങ്ങ് കടന്നു. പിന്നീട് നെയ്മർ എന്നൊരു താരത്തെ ഫോക്കസ് ചെയ്ത് 2014 18 22 ഇതിനിടയ്ക്ക് നല്ല സ്ക്വാഡൊക്കെ ഒരുപാട് ഉണ്ടായി. ക്രൊയേഷ്യക്കെതിരെയുള്ള കഴിഞ്ഞ വർഷത്തെ ഒരു ക്വാർട്ടർ ഫൈനലൊക്കെ ശരിക്കും മൈൻഡിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോഴും. കാരണം ആ നെയ്മർ ഒരു ഗോൾ അടിച്ചു, ഇത് ജയ ഉറപ്പിച്ച സമയത്ത് തിരിച്ച് ക്രൊയേഷ്യയുടെ ഒരു കമ്പാക്ക്, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട് തോക്കുന്നു. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് ശരിക്കും നിരാശപ്പെടുത്തുന്ന കുറച്ചധികം വർഷം. പക്ഷേ എന്താ പറയുക, ഈ ഒരു വർഷം ബ്രസീൽ എന്തായാലും ബ്രസീലിന്റെ ഭാഗത്തുനിന്ന് കിരീടം ഉയർത്താനുള്ളൊരു സ്ക്വാഡൊന്നും ഉണ്ടാവില്ല എന്ന് പേഴ്സണലി നമുക്ക് തോന്നിയില്ല സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് തന്നെ. പക്ഷേ ഈ ഒരു നെയ്മർ എന്ന താരം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇനി ഒരു വേൾഡ് കപ്പ് കളിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഒരു ആസ് എ ഫാൻ ഒരു ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ജനറേഷൻ ഇനി വരുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകുവാണ്. ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ആണെങ്കിൽ അതായത് ക്ലബ് പ്രൊഡക്റ്റ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വിനീഷ്യസിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്തിയ ഒരു വേൾഡ് കപ്പായിരുന്നു തീർച്ചയായിട്ടും കടന്നുപോയത്. അപ്പം ബ്രസീൽ ആരാധകരെന്ന നിലയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു മൊമെന്റാണ്. നേരത്തെ പറഞ്ഞത് കാർലോ ആൻസലോട്ടി എന്ന പരിശീലകനെ ബ്രസീൽ കൊണ്ടുവരുന്ന സമയത്ത് ബ്രസീൽ ആരാധകർക്കെല്ലാം ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നെയ്മറെ ചുറ്റിപ്പറ്റി വർഷങ്ങളായിട്ട് പോകുന്നിരുന്നൊരു സ്ക്വാഡിനെ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാനും വരും വർഷങ്ങളിൽ 2030 അടുത്ത വേൾഡ് കപ്പ് വരിക. ആ ഒരു സമയത്ത് ഒരു അടിപൊളി സ്ക്വാഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ബ്രസീൽ ആരാധകർ നിലയിലുള്ളൊരു ഹോപ്പ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബെൽജിയവും എന്താ പറയുക പോർച്ചുഗലിലും 2 അർജന്റീന ആരാധകരിക്കുമ്പോൾ ബ്രസീലിൻ്റെ ആരാധകർ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഇവിടെ ഒന്നും പറയാനില്ല, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പക്ഷേ നല്ല ടീമാണ്, ടീം നല്ലതാ, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ 2030 നോക്കുകയാണെങ്കിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. റോഡ്രിഗോ പരിക്കായതുകൊണ്ട് കളിക്കാത്ത. അതേപോലെ തന്നെ പരിക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വിങ് ബാക്ക് തൊട്ട് മുമ്പ് പരിക്കായി പോയി. അത് കഴിഞ്ഞിട്ടാണ് പുതിയ പ്ലേയേഴ്സിനെ എടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രതീക്ഷയുള്ള ഒരു സ്ക്വാഡിന് നല്ല 2 ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. അത്യാവശ്യം അലിസൺ ബെക്കർ നല്ല ടീമായിരുന്നു. ഇനി ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ടീം. ബ്രസീൽ ഓൾവേസ് ഒരു ടീം ഡെലിവറി ചെയ്യുമല്ലോ. എൻട്രിക്കിന് ഇപ്പൊ എല്ലാവർക്കും അറിയണത് ആ ഒരു ഗോൾഡൻ ചാൻസ് മിസ് ചെയ്തൊരു ആളായിട്ടായിരിക്കും. പക്ഷേ നല്ലൊരു പ്ലെയർ ആണ്. റയൽ മാഡ്രിഡില് അത്യാവശ്യം നല്ല ഗോളുകൾ സ്കോർ ചെയ്ത് കഴിവ് തെളിച്ചൊരു പ്ലെയർ. പക്ഷെ ജപ്പാൻ വേഴ്സസ് മാച്ചിൽ എൻട്രിക്ക് ഇറങ്ങിയതിന് ശേഷമാണ് കളി മാറിയത്, നല്ല ബ്രേക്ക് ത്രൂ വന്നത്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഏകദേശം ഏതായാലും 2030 വേൾഡ് കപ്പിലും നല്ലൊരു സ്ക്വാഡായിട്ടേ ബ്രസീൽ വരുള്ളൂ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ? പ്രതീക്ഷയ്ക്ക് എന്തായാലും വകയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ അർജന്റീന ആരാധകരോടൊന്ന് ചോദിക്കട്ടെ. അർജന്റീനയെ കുറിച്ച് പറയുമ്പം ഫിഫൻഡീന എന്നുള്ളൊരു പദം എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ അർജന്റീനയുടെ ഹേറ്റേഴ്സ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കും എന്ന് ഫാൻസ് പറയും. അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറയും ഇവർക്കും സത്യം അവരെ അംഗീകരിക്കാത്തതാണ്. നിങ്ങൾ ആരാധകരെന്ന നിലയിൽ എന്തൊക്കെയാണ് ശരിക്കും ഈ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ബന്ധപ്പെട്ട് ഈ 2022 വേൾഡ് കപ്പിൽ ആ ഒരു പദം വരുന്നുണ്ടായിരുന്നു? കപ്പടിച്ചതിന് ശേഷം ആണ് അതിനു മുന്നേ ഉണ്ടായി. കാരണം ആക്ച്വലി പെനാൽറ്റികൾ കിട്ടുന്നു. അത് ആക്ച്വലി ഒരു റെഫറിങ് മിസ്റ്റേക്ക് ആണ്. അർജന്റീനയുടെ മാച്ചസിൽ ഒരു റെഫറിങ് മിസ്റ്റേക്ക്, 7 മോസ്റ്റ് പെനാൽറ്റി ഒരു 2022 വേൾഡ് കപ്പിൽ
ഏറ്റവും കൂടുതൽ പെനാൽറ്റി കിട്ടുന്ന ഒരു ടീം അർജന്റീന ആയിരുന്നു. പക്ഷെ അത് റഫറിങ് മിസ്റ്റേക്ക് അറിയില്ല, അങ്ങനെ ഒരു സാധനം പെനാൽറ്റിയും റഫറിംഗ് മിസ്റ്റേക്ക് ആണ്. റഫറിങ് മിസ്റ്റേക്ക് എന്നല്ല, അങ്ങനെ ഒരു സാധനം അർജന്റീനിയൻ സാധനം പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഓരോ ചെറിയ സാധനങ്ങളും ഇപ്പൊ പോട്ടെ, ഈ സീസണിൽ തന്നെ മെസ്സിയുടെ ഒരു ഫൗള് ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. മെസ്സി കാർഡ് കിട്ടിയിട്ടില്ല, കളിയിൽ കാണിച്ചിട്ടില്ല, എവിടെയില്ല. പക്ഷെ അത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ തപ്പിക്കൊണ്ടെന്ന്. പിന്നെ വേറൊരു അതൊക്കെ കൂടിയാണ് കേപ്പവേർഡെക്കെതിരെ ഒരു ബോക്സിന്റെ വെളിയിൽ ഒരു കേപ്പവേർഡെ പ്ലെയറിനെ അർജന്റീന ഫോളോ ചെയ്തു. പിന്നെ അത് ചെക്ക് ചെയ്ത് അങ്ങനത്തെ കുറച്ച്. പക്ഷെ മെസ്സിയുടെ കാർഡ് കൊടുത്തില്ല, പക്ഷെ അതൊരു നല്ല ഫൗള് തന്നെയായിരുന്നു. പക്ഷെ മറ്റത് ഒരു റഫറി പ്ലേ ഓണാണ് വിളിച്ചത് കേപ്പവേർഡെ മാച്ചിൽ ഒരു ഫൗള് അർജന്റീന ചെയ്തത്. പിന്നെ ഞാനും ഇത് കണ്ടിട്ടില്ല. ഈ ഈജിപ്റ്റ് വേഴ്സസ് അർജന്റീന മാച്ചിൽ ബോക്സിനകത്തുനിന്ന് ഒരു പ്ലെയർ വേറൊരു പ്ലെയറിന്റെ മുഖത്ത് കൈകൊണ്ട് തട്ടി എന്നുള്ളൊരു ഇൻസിഡന്റ് കൂടെ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത്, ഞാൻ കളി കാണുമ്പോൾ ഇത് കണ്ടിട്ടില്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത്. ഒരുപാട് നടക്കുന്നുണ്ട്. അതായത് ഓൺ പിച്ച് പല ഗെയിമുകളിലും ഈ ചർച്ചകളും ഈ കൈവീശി അടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് പുഷ് ചെയ്യുന്നത് ഇതൊക്കെ എല്ലാ ഗെയിമുകളിലും നടക്കുന്നുണ്ട്. ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ഹേറ്റ് വരുമ്പോൾ അർജന്റീന മെസ്സി എന്നുള്ളൊരു അർജന്റീന മെസ്സി എന്നുള്ളത് റഫറി മെസ്സി ബിൽഡ് ആവുന്നത് അർജന്റീന എന്നുള്ള സ്പോട്ടിലേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയ ആയാലും കഴിഞ്ഞ ദിവസം കപ്പ് അടിക്കുമ്പോൾ വരെ ആ ടീം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് അർജന്റീന ടീം ബിൽഡ് ചെയ്തൊരു വലിയൊരു ടീം അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഫൈനലിൽ കപ്പ് അടിക്കുന്നു. ആ കപ്പ് അടിച്ചതിന് ശേഷം പിന്നെ ഇത് ഫിഫ കഴിഞ്ഞ വർഷം വേൾഡ് കപ്പിൽ നെതർലാൻഡ്സ് വേഴ്സസ് ഒരു മാച്ച് ഉണ്ടായി. പെനാൽറ്റി അതിനു മുമ്പ് അതിലൊരു ഇൻസിഡന്റ് ഉണ്ട്. ഒരു വാൻഡിക്ക് മെസ്സി അടുത്തടുത്ത് റഫറി അടുത്തിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. മെസ്സിന്റെ ഒരു ക്ലിയർ ഹാൻഡ് ബോൾ റഫറിക്ക് അത് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയും അടുത്ത റഫറി അതിൽ നിൽക്കുന്നത്. എന്നിട്ട് ഇന്റർപ്രറ്റ് അല്ല, ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ടീമിന് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടോ എന്നൊരു തോന്നൽ, അത്രേ ഉള്ളൂ. ജയിച്ചു വരുന്നവർക്കെതിരെ എന്നല്ല, പക്ഷെ ഈ വേൾഡ് കപ്പിന് മുന്നേ ആയിരുന്നു വാൻഡക്കിന്റെ അത് കഴിഞ്ഞിട്ട് റഫറി വിളിക്കാത്തതിന്റെ ഒരു ചിരിയുണ്ട്. അത് ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു സാധനമാണ്. ഈ ഹേറ്റ് സ്പ്രെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന നമ്മളെ ഇൻസ്റ്റ അൽഗോറിതം ആയാലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫീഡുകളായാലും ഈ പോയിന്റുകളിലേക്ക് മാത്രമായിട്ടുള്ള ഫോക്കസ് വരും. അതായത് ഞാൻ പറയുന്നത്, ഇത് ഫിഫ ഒരിക്കലും ഇത്രയും ടോപ്പ് ലെവലിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് ഒരു ടീമിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും ടൂർണമെന്റ് നടക്കില്ല. അത് വേൾഡ് കപ്പാണ്. അതായത് 4 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സാധനം. ഇതൊന്നും എങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ആയാലും ഒരിക്കലും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കില്ല. പിന്നെ ഇത് ചർച്ച വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന ടീം, അതായത് ഇപ്പൊ അർജന്റീന അല്ലെങ്കിൽ ഇത് ഞാൻ പറയും, ഇത് ബ്രസീലിന്റെ ഒരു ടീം വിൻ ചെയ്ത് വരുന്നതാണെങ്കിൽ ഇത് നേരെ ഇതിന്റെ ടോപ്പിക്ക് ചിലപ്പോൾ തിരിയും. ഇന്ന് അർജന്റീനന്റെ സ്ഥാനത്ത് ബ്രസീൽ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സെയിം സാധനം ബ്രസീലിന് ഒരു കപ്പ് എന്നുള്ള സാധനത്തിലേക്ക് വരും. പക്ഷെ ആ ചർച്ച ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് അടുപ്പിച്ച് അർജന്റീന ഇതിലേക്ക് വരുമ്പോ ഔട്ട് ഓഫ് അല്ല, അത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവര് 2 വർഷമായിട്ട് തുടങ്ങിയതല്ല. മീൻസ് അർജന്റീന ഫേവറിങ് എന്നുള്ളൊരു ഇത് കുറച്ച് കാലങ്ങളായിട്ട് മറഡോണ ഉള്ള സമയത്തും കുറെ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് അർജന്റീന മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു കളി എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കളി, ഫോർ എക്സാമ്പിൾ അർജന്റീനയുടെ കളിയാണെങ്കിൽ ഈ പറഞ്ഞ പല ക്ലിപ്പുകളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണും, ഇതേ സെയിം സാധനങ്ങൾ കാണും. ഏകദേശം ഇതേ രീതിയിലായിരിക്കും മറ്റൊരു ടീമിന്റെ ഒരു കളി ഉണ്ടാകുക. അതൊരു ഉദാഹരണം പറയുന്നില്ല, ഞാൻ അങ്ങനെ പോയിന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം കൊണ്ട് മാത്രമാണ് ഇത്ര ഹേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നറേറ്റീവ് അങ്ങനെയാണ്. അർജന്റീന മാച്ച് എന്ന് പറയുന്നില്ല, കാരണം ഇംഗ്ലണ്ടിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അത് ഇപ്പൊ ചർച്ചയാവുന്നുണ്ട്. അത് ചർച്ചയാവുന്നുണ്ട്. ഓപ്പോസിറ്റ് അർജന്റീന ആയതുകൊണ്ടാണോ അങ്ങനെ ഒരു ചർച്ച വരുന്നത്? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണോ ഓപ്പോസിറ്റ് അർജന്റീന നറേറ്റീവ് ഉണ്ട് എന്തായാലും. കാരണം അതായിരിക്കും ഇവർക്കാണെങ്കിലും അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഫാൻസിന്റെ ഒരു ഇത് കുറയാണ്ടിരിക്കാനും വ്യൂവേഴ്സിന്റെ ഇത് കുറയാണ്ടിരിക്കാനും അവര് പലതും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷേ ഓക്കെ, ഇത് ഇൻസ്റ്റഗ്രാം അപ്ലോഡ് ആയിരിക്കാം. പക്ഷെ ഞാൻ വായിച്ചതാണ്, ഇൻസ്റ്റഗ്രാമിൽ നിന്നല്ല. ഈ വർഷം വേൾഡ് കപ്പിൽ നിന്ന് 2 ടീമാണ് റെഫറിങ്ങിനെ പറ്റി കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്. 2 മാച്ചസ്. ഒന്ന് അൾജീരിയ,
ഒന്ന് ഈജിപ്റ്റ്. രണ്ടും അർജന്റീനയ്ക്കെതിരെയുള്ള മാച്ചസ് ആണ്. ഇത് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം അല്ല. അല്ല അത് അതൊരു ടീം ഒഫീഷ്യലി ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്. കംപ്ലൈന്റ് കൊടുത്താൽ അതാ അതിന്റെ തീർപ്പാന്ന് പറയാൻ പറ്റില്ലല്ലോ. തീർപ്പാന്നല്ലോ, ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു മാച്ച് മുന്നോട്ട് പോകുന്നു, അവർ എന്തോരം മാച്ചസ് നടക്കുന്നു, എല്ലാ ടീമും തോക്കുന്നുണ്ട്. അതെ, ഏകദേശം തോക്കും. ഒരു ടീം ഒരു കളി ആകുമ്പോഴത്തേക്ക് നോക്കൗട്ട് മാച്ച് ഒരു ടീം ജയിക്കും, ഒരു ടീം ചോദിക്കും തോക്കും. പക്ഷെ അതിൽ രണ്ട് ടീം ഒരു കംപ്ലൈൻറ്റ് ഒഫീഷ്യലി മൂവ് ചെയ്യാന്ന് വെച്ചാൽ, ഒഫീഷ്യലി ഒരു ഒരു കംപ്ലൈൻറ്റ് മൂവ് ചെയ്യാന്ന് വെച്ചാൽ വെറുതെ ഒരു ചെറിയ കാര്യത്തിനൊന്നും പോയിട്ട് നമ്മളെ സ്കൂൾ ടീച്ചറെ ദിവനെ നുള്ളി വിച്ചിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അലിഗേഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈജിപ്റ്റ് മാച്ചിൽ ആ റെഫറിങ്ങിൻ്റെ കേസല്ല, മറ്റേ ആ ഒരു സിഗ്നൽ കാണിച്ചൊരു കേസ്, അത് ഫിഫ റൂൾസിൽ തന്നെ ഉള്ളൊരു സാധനമാണ്. ഫിഫ റൂൾ ബുക്കിൽ അത് പറയുന്നുണ്ട്. അതിൽ അത് അർജന്റീനയില്ല, ആ റെഫറിങ്ങിന്റെ പ്രശ്നം തന്നെ. അത് റെഫറിങ്ങിന്റെ പ്രശ്നം, റിലേഷൻ ഇല്ല. പക്ഷെ നടക്കും റെഫറിങ്ങിന്റെ പ്രശ്നമാണ് പറയുന്നത്. പക്ഷെ രണ്ട് മാച്ചസിൽ റെഫറിങ് അവരുടെ കൺട്രി സംതൃപ്തരല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഈ എന്താ പറയാ എല്ലാരും പറയണത്. ഇങ്ങനെ അർജന്റീന ഓഫ് കോഴ്സ് നല്ല കളിയാണ് കാഴ്ചവെക്കുന്നത്. അവർ നല്ലപോലെ കഷ്ടപ്പെട്ട് കളിച്ചിട്ടാണ് കളിയെല്ലാം ജയിക്കുന്നത്. അവരുടെ പ്ലേ നല്ല പ്രസ്സിങ് ആയാലും അറ്റാക്കിംഗ് ആയാലും നല്ല ഗെയിം തന്നെയാണ്. ഈ ശരിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനയുടെ ഫാൻസിനാണെങ്കിലും അർജന്റീനയുടെ ഹേറ്റേഴ്സിനാണെങ്കിലും ഈ ഒരു വിഷയം എന്താ പറയുക, ഫിഫന്റീന എന്ന് വിളിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കാനുണ്ടാവും. പക്ഷേ നമ്മളൊരു ഫുട്ബോൾ മാത്രമായിട്ട് വ്യൂ ചെയ്യുന്ന ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നമുക്ക് തോന്നുന്നൊരു കാര്യം, റഫറിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് വേൾഡ് കപ്പിലെ ചില മാച്ചസിലൊക്കെ ലോ സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില മാച്ചസൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പല പ്ലേയേഴ്സും വന്ന് പറഞ്ഞു വാറ് ആ കളിയുടെ ഭംഗി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പല ഒരു ഫേമസ് റെഫറി ഉണ്ട്, പണ്ടത്തെ ഒരു ഫേമസ് റെഫറി. പുള്ളി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് വാറിൽ സംതൃപ്തനല്ല. ഞാൻ പുള്ളീൻ്റെ പേര് പറഞ്ഞു, പുള്ളി കുറച്ച് പേര് പറഞ്ഞത്, പക്ഷേ ഒരു ഫേമസ് റെഫറി ആയിരുന്നു പണ്ടത്തെ. അപ്പോൾ പുള്ളി തന്നെ വന്ന് ഇങ്ങനെ വാറിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ കമൻസ് ചെയ്യുന്നുണ്ട്. ആ കളീൻ്റെ ഭംഗി നശിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആ ഈജിപ്തിനെതിരെയുള്ള മാച്ചിലെ ആ ഗോള് ഡിസലവ് ചെയ്ത ഏറ്റവും ഭംഗിയുള്ള ഗോളെന്നാണ്, ഡിസലവ് ചെയ്ത ഗോളെന്നല്ല, ഏറ്റവും ഭംഗിയുള്ള ഗോളെന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ മറ്റേ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് കളിയിലുണ്ടായിരുന്നേ. ഇപ്പോൾ പോർച്ചുഗലിന്റെ കളിയിൽ ഹെയർ ലൈനിൽ ടച്ച് ചെയ്തു പറഞ്ഞിട്ട് ആ ഗോൾ ഡിസോൾവ് ചെയ്തത്. ഇത് ഈവൻ ഒരു എന്താ ടി വിയിൽ കാണുന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാതെ തട്ടി താഴെയാണ്. അത് റഫറി കണ്ടിട്ടില്ല എന്നുള്ളത് ഈ ഒരു പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അർജന്റീനയുടെ മാച്ചിലാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റും അല്ലാത്തൊരു മാച്ചിലാകുമ്പോൾ ഒരു ഇമ്പാക്റ്റും അവിടെയാണ് ഈ ഫിഫന്റീന എന്നുള്ള ഒരു ചർച്ചക്കുള്ള ഒരു പ്രാധാന്യം വരുന്നത്. എത്രത്തോളം അതിനൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ അങ്ങനെ പോകുന്നുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം ആൽഗരിതം എന്നല്ല, കൈൻഡ് ഓഫ് അങ്ങനെ ഒരു പുഷ് വരുന്നുണ്ട്. അതിപ്പോൾ എന്താ പറയുക, ഒരു കോമൺ കോസായ പോലെ കുറച്ചേര് മാറിയിട്ടുണ്ട്. അല്ല, ഈ വാറിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ വാറ് വന്നതിനെ കൊണ്ടുള്ള മീൻസ് ആസ് എ ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരുന്നതിൽ വെച്ചിട്ട് വാറ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഓഫ് സൈഡ് വിളിക്കുന്നതും ആ ഇതിനൊക്കെ വീഡിയോ അനാലിസിസ് കാരണമാണ് കുറേ. അതായത് പണ്ട് ഒരു ഫ്ലാഗ് വന്നിച്ചാൽ അത് ഓഫ് അല്ലെങ്കിൽ ആണോ അല്ലയോ എന്നുള്ള കൃത്യമായിട്ട് പറയും. ഇപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള അനാലിസിസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വാറിനെ മൊത്തത്തിൽ നമുക്ക് ഇതാക്കി പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ കുറേ ആയിട്ട് ചർച്ച ചെയ്ത് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ഈ അർജന്റീന ഈജിപ്ത് കളികളിൽ ഡിസോൾവ് ചെയ്ത ഗോൾസാണ്. അപ്പോൾ എല്ലാവരെയും ഒരു മിസ്കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റഫറി പോയി വാറ് നോക്കുന്നതാണ് വാർ ചെക്ക്, അത് മാത്രമാണ് വാർ എന്നുള്ളതിലാണ് എല്ലാവരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതായത് ഒരുവിധം ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ വാർ ചെക്ക് അല്ലെങ്കിൽ വാർ എന്ന് പറഞ്ഞ അനാലിസിസ് ഫുൾ ഗെയിം ത്രൂ ഓണാണ്. ഈ ഗെയിം ത്രൂ ഓണായിട്ട് നടക്കുമ്പോൾ വാർ ചെക്ക്, അതായത് റഫറി പോയി ആ ക്യാമിലേക്ക് നോക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റഫറീസ് ഈ വീഡിയോ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈജിപ്തിലുണ്ടായ ഗോള് ലാസ്റ്റ് പോയി അടിച്ച ഗോള് പിന്നെയും പോയി ചെക്ക് ചെയ്യാനുള്ള കാരണം ലാസ്റ്റ് അറ്റാക്ക് എവിടെ നിന്നാണോ നടന്നത്, മീൻസ് എവിടെ നിന്നാണോ ആ ബോൾ എടുത്ത് പോയത് അവിടെ വരെ വാറിന് പോയി അനാലിസിസ് ചെയ്യാം. അപ്പോൾ ആ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു എറർ, അതായത് അതൊരു എററാണ്, അത് റീ ചെക്ക് ചെയ്യാനുള്ള എററാണെന്ന് ആ വാർ കമ്മിറ്റി അല്ലെങ്കിൽ വാർ റഫറി ടീമാണ് ഓൺ ഫീൽഡ് റഫറിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ സിറ്റുവേഷനിൽ അത് അങ്ങനെ അബ്സല്യൂട്ട് എററാണ്, യു ഷുഡ് ഹാവ് എ ചെക്ക് ഓൺ ദാറ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ മാത്രം ഓൺ ഫീൽഡ് റഫറി പോയി ചെക്ക് ചെയ്യാണ്. ആ സിറ്റുവേഷനിൽ ആ റഫറിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
അത് ഗോൾ ആയതുകൊണ്ടാണ്. അതിന് മുന്നേ തൊട്ട് എവിടെ നിന്നാണ് ആ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത് അവിടം വരെ പോയി ചെക്ക് ചെയ്ത് അവിടെ ഒരു ഫൗൾ ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഇത് റിസോൾവ് ചെയ്തത്. അതേ സമയത്ത് നേരെ തിരിച്ചു വന്നത് മുഹമ്മദ് സലാഹിനെ പെനാൽറ്റി ബോക്സിനുള്ളെന്ന് കിക്ക് ചെയ്തതിൽ അതിന്റെ തൊട്ടു മുമ്പും ഒരു സാധനം ഉണ്ടായി. ഞാൻ പറഞ്ഞോട്ടെ, ഈ സാധനം എറർ കൊടുത്തില്ല എന്ന് പറയാം, ബാർ ചെക്ക് ചെയ്തില്ല എന്ന് പറയുന്നത്. ഈ രണ്ട് കോൺട്രാസ്റ്റ് ഗോളായില്ലേ? ഇല്ല, അത് ഗോളായിട്ടില്ല. ലിസാൻഡ്രോ മാർട്ടിനസ് അടിച്ച ഗോൾ അതിലല്ല. സലാഹിനെ പെനാൽറ്റി ബോക്സ് ലാസ്റ്റില് എടാ അതാണ് ഗോളായത്, അതാണ് ഗോളായത്. അതില് 2 ഫൗള് അവര് അതല്ല ഞാൻ പറഞ്ഞേ, മുഹമ്മദ് സലാഹിനെ പെനാൽറ്റി ബോക്സിൽ വെച്ചിട്ട് ഫൗൾ ചെയ്ത് ബോളും ഫൗള്. അതായത് ചർച്ച വരുന്ന അങ്ങനെയാണല്ലോ, ഇവിടെ ഇത് കൊടുത്തു അവിടെ അതിന് വാറ് വിളിച്ചില്ല എന്നാണ്. അപ്പൊ ആ വാറ് വിളിക്കാൻ നിൽക്കാനുള്ള കാരണം അവിടെ ഈ അനാലിസിസിൽ അതൊരു അബ്സല്യൂട്ട് എറർ അല്ല എന്ന് പറയുന്നില്ല. മീൻസ് അത് അബ്സല്യൂട്ട് എറർ ആണോ എന്നുള്ള ഇത് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ഓൺ ഫീൽഡ് റഫറിക്ക് അത് പിന്നെയും പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും പറയുന്നത് വാർ ചെക്ക് ചെയ്യാൻ, അന്നേരത്തെ വീഡിയോ ക്ലിപ്സ് കണ്ടറിയാം. സല പറയുന്നു വീഡിയോ ചെക്ക് ചെയ്യാൻ പറയുന്നു, നോക്കിയില്ല. മെസ്സി ചെക്ക് ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് പോയി നോക്കി. ഇങ്ങനത്തെ കുറെ ഡൈവേർഷൻസ് മെസ്സി ചെക്ക് ചെയ്യാൻ പറഞ്ഞു നോക്കി നിന്നു. അല്ല, ഈ വേൾഡ് കപ്പ് കണ്ട അറിവ് വെച്ചിട്ട് ഇപ്പോ ഓൺ ഫീൽഡ് റഫറിമാർ വാർ ചെക്ക് ആണെങ്കിൽ അവരുടെ ഇത് വെച്ച് അവര് 2 സെക്കൻഡ് കളി പോസ് ചെയ്തിട്ട് അവർ ചെക്ക് ചോദിക്കും. അവിടെ ചോദിക്കും, മീൻസ് എന്താ വാർ റഫറിമാരോട് ചോദിക്കും. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായില്ല. കളി ഗോൾ അടിച്ചു, കളി നടന്നു, പ്രോസസ്സിൽ എനിക്ക് ഇതാണോന്ന് എനിക്ക് അറിയില്ല. എന്നാലും അല്ല വാർ ചെക്കിന്റെ അല്ല അതെനിക്ക് കൃത്യമായിട്ട് ഒരു ഒഫീഷ്യൽ സാധനം അറിയില്ല. പക്ഷെ ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ആ കളിയിൽ നടന്നിട്ടില്ല. ഈവൻ മറ്റേ ഇപ്പൊ പറഞ്ഞ മറ്റേ റഫറിയുടെ മറ്റെന്താ ഇവരുടെ ഈ പരിശീലകന്റെ ഈ ഒരു സിമ്പലും അതൊക്കെ അതിൽ വരുന്നത് തന്നെയാണ്. റഫറിങ്ങിന് നമ്മളെന്തായാലും വേൾഡ് കപ്പിലെ റഫറിങ് സ്റ്റാൻഡേർഡ് മോശമാണ് എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ്. അതെ, ഇവിടെ പോർച്ചുഗലിന്റെയും അതുപോലെ തന്നെ ബെൽജിയത്തിന്റെയും 2 ആരാധകർ ഇരിപ്പുള്ളവരോട് ചോദിക്കുകയാണ്. പോർച്ചുഗലിനെ സംബന്ധിച്ച് ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നേരത്തെ ഫ്രാൻസിന്റെ ആരും പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച സ്ക്വാഡ് ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലെജൻഡറി പ്ലെയർ ആ ടീമിലുണ്ട്. പക്ഷേ റൊണാൾഡോ ഇത്തവണ വേൾഡ് കപ്പിലേക്ക് വന്ന സമയത്ത് ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ പ്രകടനമൊക്കെ നമുക്കറിയാം എങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് പഴയ പോലെ എന്തായാലും പറ്റില്ല. അദ്ദേഹം ടീമിന് ശരിക്കും ഇപ്പോൾ പോർച്ചുഗൽ ടീമിന് അദ്ദേഹം ഒരു ബാധ്യതയാണ് എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതുണ്ടോ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു? ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന സൗദി പ്രോ ലീഗിലാണ്. ആ ലീഗിൽ ഒരു 41 വയസ്സുകാരൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല അവിടെ ചെയ്യുന്നുള്ളത്. അത്രയും എനിക്ക് തോന്നുന്നു അബൌട്ട് ഒരു 15 ഗോൾസ് എങ്ങാണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ. മോർ ദാൻ 15, കറക്റ്റായിട്ടുള്ള കണക്ക് അറിയില്ല. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ചെയ്യുന്നുള്ളത്. അത്ര വലിയ ടീമൊന്നും അല്ലെങ്കിലും നല്ല അസിസ്റ്റുകൾ കൊടുക്കുന്ന പ്ലേയേഴ്സ് അതിലുള്ളതുകൊണ്ടാണ് ക്രിസ്ത്യാനോക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പോർച്ചുഗലിൻ്റെ ഇപ്പോൾ ബേസിക്കലി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർച്ചുഗലിന്റെ കോച്ചിന് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പോർച്ചുഗലിന്റെ കോച്ചിനൊരു ചരിത്രമുണ്ട്. ബെൽജിയത്തിന്റെ കോച്ചായിരുന്നു. അപ്പോൾ പുള്ളീനെ പറയുന്ന ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷൻ എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി. അപ്പോൾ പുള്ളീന്റെ പ്ലേയിങ് സ്റ്റൈൽ കാരണമാണ് ആ ഗോൾഡൻ ജനറേഷൻ നശിച്ച് എന്നാണ് പറയുന്നത്. കാരണം ആ വർഷമാണ് പോർച്ചുഗൽ അല്ല ബെൽജിയം സെമി വരെ എത്തി. ലുക്കാക്കു, ഡിബ്രോയിന, ഹസാർഡ് അങ്ങനെ തീരാത്ത അത്രയും പ്ലേയേഴ്സ് ഉണ്ടായ ടൈമായിരുന്നു. ഒരു ഗോൾഡൻ ജനറേഷൻ തന്നെ ആയിരുന്നു ആ വർഷം. ആ വർഷം സൗത്ത് കൊറിയക്കെതിരെ ലാസ്റ്റ് മിനിറ്റ് 2-1 കംബാക്ക് നടത്തിയത്. അല്ല അത് ആ വർഷമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഇയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോച്ചിനെ ഇവര് സൈൻ ചെയ്തത് എന്തുകൊണ്ടാന്നുള്ളത്, മീൻസ് പോർച്ചുഗൽ സൈൻ ചെയ്തത് എന്തുകൊണ്ടാന്നുള്ളത് അറിയില്ല. അപ്പോൾ കോച്ചിനെ എനിക്ക് തീരെ താല്പര്യം. ആളെ പ്ലേയിങ് സ്റ്റൈലും വലിയൊരു താല്പര്യമില്ല. പിന്നെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ ഉണ്ടാകുന്ന സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ക്രിസ്ത്യാനോ റൊണാൾഡോ തമ്മിൽ എന്ത് ചെറിയ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിക്ക് ആരും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ടീം ഗെയിം എന്നുള്ള നിലയിൽ നോക്കാൻ നേരം പലപ്പോഴും ആ ഒരു ഫീൽ കാണുന്ന നമുക്ക് ആ ഒരു ഫീൽ വന്നിട്ടുണ്ട്. യുണൈറ്റഡിൽ കളിച്ച എന്താ അൺഎക്സ്പെക്ടഡ് പാസുകൾ കൊണ്ട് നിറച്ചൊരു സീസൺ ആയിരുന്നു ബ്രൂണോന്റെ. അതായത് ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡർ ആയിരുന്നു പ്രാവശ്യത്തെ സീസണിൽ. ഏറ്റവും കൂടുതൽ അസിസ്റ്റ്, അതായത് ഇതുവരെ നടന്ന പ്രീമിയർ ലീഗുകളിൽ ഏറ്റവും ടോപ്പ് അസിസ്റ്റ് എടുത്തിട്ട് ഇപ്രാവശ്യത്തെ ബെസ്റ്റ് പ്ലെയർ ആയതാണ് ബ്രൂണോ.
ആ കാലിൽ നിന്ന് ഒരു പന്ത് പോലും ക്രിസ്ത്യാനോക്ക് പോയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏറ്റവും ഈ വർഷം ഫ്രാൻസിനെക്കാട്ടി ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് മിഡ്ഫീൽഡുള്ള ഉള്ള ടീം പോർച്ചുഗൽ ആയിരുന്നു. ബ്രൂണോ ഉണ്ടായി, ബെർണാഡോ സിൽവ, ചാമ്പ്യൻസ് ലീഗ് പേപ്പറിൽ ഏറ്റവും നല്ല സ്ട്രെങ്ത് ഉള്ള ടീം. എന്താ പറയാ, സബ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാ ടോപ്പ് ടീം. അങ്ങനെ ഒരു ടീമായിരുന്നു ഇപ്രാവശ്യം പോർച്ചുഗൽ. ഡിഫൻസും നല്ല ഡിഫൻസ് ആയിരുന്നു. അതുകൊണ്ട് ഗ്രൂപ്പുകളിലെ കളികളില്ലേ, ആ കളികളിലാണ് ശരിക്കും ക്രിസ്ത്യാനോനെ പാസ് തീരെ കൊടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ശരിക്കും. മെസ്സിക്ക് അർജന്റീന കൊടുക്കുന്ന സപ്ലൈ 4-1 കൊടുത്താൽ മതി ഒരു സ്ട്രൈക്ക്. മെസ്സി ഒരു പ്യുവർ സ്ട്രൈക്കർ അല്ല. മെസ്സി എന്താ പറയാ, പ്ലേ മേക്കർ പോലത്തെ ഒരു സ്ട്രൈക്കറാണ്. അതുപോലെ ഒരു സപ്ലൈ ക്രിസ്ത്യാനോ കിട്ടുകയാണെങ്കിൽ ക്രിസ്ത്യാനോ എന്തായാലും ഗോൾ സ്കോർ ചെയ്യും. ഫിനിഷിങ്ങിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റൊണാൾഡോന്റെ ഫിനിഷിംഗ് യുണൈറ്റഡ് തന്നെ ഉണ്ടാകുമ്പോൾ എന്താ പറയാ, ഇപ്പോൾ യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ എത്തിയ സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഹൈ ബോൾ വന്നിട്ട് ക്രിസ്ത്യാനോന്റെ തൊട്ട് മുന്നിൽ വന്ന് വീഴുന്ന ഒരു ബോൾ, ആ ബോൾ നിലത്ത് ടച്ച് ചെയ്യുന്നതിന് ക്രിസ്ത്യാനോ ഫിനിഷ് ചെയ്ത ഒരു ഗോളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു 2 പാസെങ്കിലും വന്നതിന് പോർച്ചുഗൽ ഇപ്പോൾ സെമിയിലുണ്ടായിരുന്നു. നമുക്കൊരു ആവേശകരമായ സെമി കാണാൻ പറ്റും. ബെൽജിയത്തിന് നേരത്തെ ഗോൾഡൻ ജനറേഷന്റെ കാര്യം പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഡിബ്രോയിനെയും ഈ പറഞ്ഞ പോലെ ലുക്കാക്കു ഒക്കെ പടിയിറങ്ങി ഒരു പുതിയൊരു അല്ല ഞാൻ പറഞ്ഞത് അടുത്ത വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. 4 വർഷത്തിന് ശേഷം ഈ ബെൽജിയത്തിന്റെ ഒരു അടുത്തൊരു കമ്മിങ് ജനറേഷനിൽ പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ പ്രതീക്ഷയുണ്ട്. പുതിയ ജനറേഷൻ കളിക്കും, നല്ല പ്ലേയേഴ്സ് ഉണ്ട്, ഡോക്കും ഉണ്ട്. ഡോക്കും പക്ഷെ അത്ര സിറ്റിയിൽ കളിക്കുന്ന അത്ര ഒരു ഫോമിൽ എത്തിയിട്ട് ഇല്ല ഇപ്രാവശ്യം. ഡോക്കുന് 2 കളിയിൽ മിസ്സായി. ഒരു പേഴ്സണൽ റീസൺസ് കാരണം ഡോക്കു ഒരു കളി മിസ്സായി. പിന്നെ കറന്റ് പ്ലേയേഴ്സിന്റെ ഫോം ഇതെല്ലാം ഈ വർഷത്തെ ക്യാമ്പയിൻ ബാധിച്ചു. പിന്നെ അതിൽ കളിച്ച ട്രൊസാർഡാണ് കുറച്ചുകൂടി. ടീൽസ്മാൻ ലാസ്റ്റ് മറ്റേ ഗോൾ കീപ്പർക്ക് ചെറിയ ഇഞ്ചുറി പറ്റി. ആ കളി കോർട്ടിയസ് ഉണ്ടായിരുന്നെങ്കിൽ സ്പെയിൻ ചിലപ്പോ ഇന്ന് ഫൈനലിൽ എത്തില്ലായിരുന്നു. അത് ഒരു നമുക്കൊരു വേൾഡ് കപ്പിൽ ശരിക്കും ഒരു അപ്രതീക്ഷിത മൊമെന്റ് ആയി പോയി അല്ലേ? ആക്ച്വലി ആ കോർട്ടിയസ് നിന്നപ്പോ അന്ന് യാമീൽ യമാൽ അന്ന് നല്ല ഇതുവരെ കളിച്ചതിൽ എനിക്ക് തോന്നുന്നു യമാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചത് അന്ന് ബെൽജിയത്തിനെതിരെയായിരുന്നു. പക്ഷേ യമാലിന്റെ എല്ലാ ഷോട്ടും കോർട്ടിയസ് തടഞ്ഞു. അതേപോലെ സ്പെയിനെതിരെ ഒരു ഗോൾ അടിച്ചതും ഇതുവരെ ബെൽജിയം ആയിരുന്നു. നല്ലൊരു ഹെഡർ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോർട്ടീസ് പോയപ്പോൾ പുതിയൊരു ഗോളി വന്ന് പുള്ളി ഫസ്റ്റ് ഒരു ഷോട്ട് വന്ന് പുള്ളിനെ എന്താ ഡിഫ്ലക്റ്റ് ആയി ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഗോളായത്. മിക്കൽ മെറീനോ വന്ന് അത് ഗോളാക്കിയത്, പുള്ളിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ്. പക്ഷെ കോർട്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ആ കളീന്റെ കാരണം പെനാൽറ്റി ഷൂട്ട് ഔട്ടൊക്കെ വന്ന കോർട്ടീസ് ഈസ് എ ബിഗ് ഫാക്ടർ. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ വേൾഡ് കപ്പ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനം. ഇപ്പം കേപ്പ് വെർദെ ഒക്കെ വേൾഡ് കപ്പ് അല്ലേ, 5 ലക്ഷം ഇതുള്ള നമ്മൾ ഇത്രയും വലിയ ഭൂരിപക്ഷം ഉള്ള ഒരു രാജ്യത്ത് ഒരു സ്ക്വാഡ് നമുക്ക് ഒരിക്കലും എന്നാ സ്വപ്നം നമ്മൾ പറയും, നമ്മൾ ചിലരൊക്കെ സ്വപ്നം കണ്ടാൽ നടക്കും എന്ന് പറയും. നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ പോലും ഒരു പക്ഷേ ഇന്ത്യ ഒരു വേൾഡ് കപ്പ് കളിക്കുന്നത്, ഇനി ഇന്ത്യക്കായിട്ട് ഫ്ലെക്സ് വെക്കുന്നതും ജയ് വിളിക്കുന്നതും ഒക്കെ നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും ഒരു ഡ്രീമിലുണ്ടോ? ഉണ്ട് ഡ്രീം. നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, പക്ഷെ അത് എവിടെ പോയി പോലും അറിയില്ല. കപ്പടിച്ചു. അതേപോലെ ഭാവിയിൽ ടീമുകളുടെ എണ്ണം ഒക്കെ കൂടാൻ ഫിഫ അടുത്ത വേൾഡ് കപ്പിലൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യ തീരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഫുട്ബോളിൽ. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് പറ്റില്ല. അത് ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ISL എന്നുള്ളൊരു കേസ് എടുത്താൽ തന്നെ വളരെ എന്താ പറയാ, സന്തോഷ് ട്രോഫിനേക്കാളും മുകളിൽ പ്രതിഷ്ഠിച്ച് കൊമേഴ്ഷ്യലായി അങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ചവിട്ട് പടിയാണ് എന്നുള്ള ഒന്നുമല്ലാതെ അത് വളരെ വളരെ നിസ്സാരമായിട്ട് ഒറ്റ സീസൺ കൊണ്ട് അത് ഇല്ലാതായി. അത്രത്തോളം ഇങ്ങനെ തകർന്നു പോകണമെങ്കിൽ there is mistakes, fundamentally mistakes ഉണ്ട്. അത് ടോപ്പ് ലെവലിൽ സ്പോർട്ടിനെ അത്ര ഫണ്ട് ചെയ്യുന്നില്ല. കാണുന്ന ഫണ്ടിങ് മാത്രമല്ല, ആ ഒരു അതിനെ വളർത്തിയെടുക്കാൻ നോക്കുന്നില്ല. അതിപ്പോ ഇന്ത്യയിലെ ഒരു കോമൺ കാണുന്ന സാധനമില്ലേ, ക്രിക്കറ്റ് മാത്രമേ ആരാധിക്കപ്പെടുന്നുള്ളൂ. വേറെ പല സ്പോർട്സിലും പല അവര് എയർപോർട്ടിൽ എത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മുടെ ചില എനിക്ക് തോന്നുന്നു ഈ നാഷണൽ ഗെയിംസ് ഒക്കെ ജയിച്ചിട്ട് വരുന്ന ആൾക്കാര് അല്ലെ, ട്രെയിനിലൊക്കെ നിന്നും തിരക്കിയൊക്കെ വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ ഇപ്പൊ നമ്മളൊരു മലയാളി തന്നെ
പഴയ അഞ്ജു ബോബി ജോർജിന്റെ റെക്കോർഡാണെങ്കിലും മാറ്റിയിട്ടുള്ളൂ അറിയുന്നില്ല. അത്ലറ്റിക്സ് ആണെങ്കിലും ഏതാണെങ്കിലും ട്രാക്ക് ആൻഡ് ഫീൽഡ് ആണെങ്കിലും എന്താണെങ്കിലും എന്തായാലും വരുന്നില്ല. എന്തായാലും ഒരു മനോഹരമായ ഒരു ലോകകപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരു ലോകകപ്പ് കാലം 2030 വരുമ്പോൾ കൂടുതൽ ടീമും കൂടുതൽ ആവേശവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അർജന്റീന ആരാധകർക്കും ബ്രസീൽ ആരാധകർക്കും അതേപോലെ തന്നെ എല്ലാ ടീമുകൾക്കും സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന മറ്റൊരു ലോകകപ്പ് കാലത്ത് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.